നമസ്കാരം. ഇന്ന് ദാമ്പത്യത്തെ പറ്റിയിട്ട്, അതായത് ഭാര്യ ഭർത്താക്കാൻ പറ്റിയ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ, മുമ്പിലുള്ള കാലഘട്ടത്തിലേക്ക് വെച്ചിട്ട് കല്യാണം ആലോചിക്കും, അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും, ജാതകമൊക്കെ ചേർന്നു, കല്യാണം കഴിഞ്ഞു, രണ്ടാളും കൂടെ നല്ല സ്നേഹത്തിൽ ഹണിമൂൺ ട്രിപ്പും അതും ഇതുമൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഭാര്യയുടെ അഭിപ്രായവും മാറും, ഭർത്താവിൻ്റെ അഭിപ്രായവും മാറും. അതായത് നല്ല സ്വഭാവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ നന്നല്ലാത്ത സ്വഭാവങ്ങൾ, നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടർ നമുക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ, എടുക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് രണ്ടുപേർക്കും പരസ്പരം കുറേശ്ശെ അയ്യോ ശരിയായില്ലേ എന്നൊരു തോന്നൽ വരാൻ തുടങ്ങുക. അപ്പോൾ ഭർത്താവ് വിചാരിക്കും, ഈശ്വര ഇതുമാതിരി ഒരു പിശാചിനെ എൻ്റെ തലയിൽ വെച്ച് തന്നൂല്ലോ, എത്ര നല്ല നല്ല ആലോചനകൾ വന്നതാണ്, നല്ല മുടിയുള്ള, നല്ല നിറവുള്ള, നല്ല ചന്തമുള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ, ശാലീന സുന്ദരികൾ വന്നതാണ്. അവരൊക്കെ വിട്ടിട്ട് എനിക്ക് എന്തേ ഇവളെ എടുക്കാൻ തോന്നി, എന്തേ എനിക്കിങ്ങനെ അബദ്ധം പറ്റി എന്ന് ഭർത്താവ് വിചാരിക്കും. അപ്പോൾ ഭാര്യ എന്താ അറിയോ വിചാരിക്കുക, ഈശ്വര എത്ര ഹാൻസം ആയിട്ടുള്ള ആൾക്കാർ, ആമ്പിള്ളേരെ, അതേമാതിരി നല്ല ജോലിയുള്ളവർ, ഇതിനേക്കാൾ നല്ല സ്റ്റാൻഡേർഡുള്ള ജോലി, ഫാമിലിയും ഇതിനേക്കാൾ സ്റ്റാൻഡേർഡുള്ള ഫാമിലി ആയിട്ടും എനിക്ക് എന്തേ ഇയാളെ തന്നെ സെലക്ട് ചെയ്യാൻ തോന്നി, ഇയാളെ മതി എന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്, ഈശ്വര ഈ ചെകുത്താനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചല്ലോ എന്ന് പറയും. ഇത് പറയുമ്പോൾ ഇത് പറഞ്ഞ ഈശ്വരനുണ്ടല്ലോ, ഈശ്വരൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും. എന്താ അറിയോ, അനേക ലക്ഷം ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്ക് എന്നും പറഞ്ഞിട്ട്, അതായത് ഭാര്യയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഭർത്താവിനെയും പറഞ്ഞിട്ട് ഭാര്യ തെരഞ്ഞു പിടിച്ച പോലെ വരികയാണ്. വേറെ ആരും വരാതെ നമുക്ക് ചേരേണ്ടവർ തന്നെ വന്ന് ചേരുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ പ്രാഗിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്താണ്, ചെകുത്താനെ ദൈവപുത്രനും പിശാചിനെ മാലാകാന്നും വിചാരിച്ചിട്ട് ഒന്നിച്ച് ജീവിച്ചു പോവുക. അതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. അതേ ഉള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. കാരണം നമുക്കുള്ളത് നമുക്ക് വന്ന് ചേർന്നു, നമുക്കുള്ളതേ നമുക്ക് വന്ന് ചേരുള്ളൂ. നമ്മളത് എന്ത് ട്രൈ ചെയ്താലും ശരി. പിന്നെ ഇനിയൊരു കാര്യം, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കല്യാണാലോചന വരുമ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്താ അറിയോ, 10-ൽ 10 മനപ്പൊരുത്തം പ്ലസ് ജാതകപ്പൊരുത്തത്തിനേക്കാട്ടിലൊക്കെ അവർ പറയണത് അവരുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആൾ വേണമെന്ന്. അതായത് ക്രിക്കറ്റിനോട് താല്പര്യമുണ്ടെങ്കിൽ ക്രിക്കറ്റിലോട് താല്പര്യമുള്ള ആൾക്കാർ, അല്ല സിനിമ കൂടുതൽ കാണുന്നവരാണെങ്കിൽ സിനിമയ്ക്കോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, രാവിലെ നേരത്തെ എണീക്കുന്നവരാണോ വൈകി എണീക്കുന്നവരാണോ, പിന്നെ പല കാര്യങ്ങൾ, അങ്ങനെ പല സംഗതികൾ. ഒരു 10-ൽ 10 ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ഇന്നത്തെ കാലത്ത് ഓക്കെ പറയുള്ളൂ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഡൈവേഴ്സ് ഏറ്റവും കൂടുതൽ എപ്പോഴാണ്, ഈ സമയങ്ങളിലല്ലേ. ഇങ്ങനെ എല്ലാം നോക്കിയിട്ട്, എല്ലാം മനസ്സിന് പൊരുത്തം വരണ പോലെ നോക്കി കല്യാണം കഴിച്ചിട്ട് പലതും ഡൈവേഴ്സ് കൂടുതൽ ഈ കാലത്താണ്. പണ്ടത്തെ കാലഘട്ടത്തിലോ 10-ൽ 8 പോലും നമുക്കെതിരായിട്ടുള്ള പരസ്പരം ചേർന്ന് പോകാൻ പറ്റാത്ത സ്വഭാവമായിരിക്കും. 1-2 സ്വഭാവമേ ചേർന്ന് പോകാൻ മാതിരി ഉണ്ടാവുള്ളൂ. എന്നിട്ട് പണ്ടുള്ളവരൊന്നും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചേരണ സ്വഭാവം വെച്ചിട്ട് അവർ ജീവിച്ചു പോയി. അവരുടെ മക്കള് കൂടുതൽ കുടുംബം പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ജീവിച്ചവരായതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറഞ്ഞ്, അവരെ നല്ലത്, പണ്ടുള്ളവർ നല്ലവരും ഇപ്പോഴുള്ളവർ നന്നല്ലാന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി പ്രാക്ടിക്കലായി നോക്കുമ്പോൾ ശരിയല്ല. അവർ ഇത്രയും നോക്കി നിൽക്കുമ്പോൾ, ഇപ്പോൾ നല്ലോണം സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരു ഭർത്താവ്, അമ്പലത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ, അവർ ജീവിച്ചിട്ടില്ലേ? ഉണ്ട്. ഭാര്യയ്ക്ക് ക്രിക്കറ്റ് പറഞ്ഞ ജീവൻ, ഭർത്താവിന് ക്രിക്കറ്റ് പറഞ്ഞാൽ ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ജീവിച്ചിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയുള്ളവരെല്ലാം അങ്ങനെ പരസ്പര അഭിപ്രായമുള്ളവരെല്ലാവരും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സഹനശക്തിയും ക്ഷമയും വിട്ടുകൊടുക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കുള്ളൂ.